അതീവ ജാഗ്രതയാണ്. NIA ആസ്ഥാനത്തിന് സമീപം റൈഫിൾ ടെലസ്കോപ്പ് കണ്ടെടുത്തു. റൈഫിളിൽ ഘടിപ്പിച്ച് ദൂരത്തേക്ക് വെടിവെക്കാൻ സൗകര്യമൊരുക്കുന്ന ടെലസ്കോപ്പാണ് കണ്ടെത്തിയത്. നുഴഞ്ഞുകയറ്റത്തിന് എതിരെ കർശന നടപടി എടുത്തു വരുന്നു എന്ന പ്രതികരണം അതിനിടയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പി ബസന്ത വിവരങ്ങളുമായി. ബസന്ത, ജമ്മുവിലെ അതിജാഗ്രതയാണ്. റൈഫിളിൽ ഘടിപ്പിക്കുന്ന ടെലസ്കോപ്പ് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ ഇപ്പോൾ? ചൈനീസ് നിർമ്മിതമായ ഒരു ടെലിസ്കോപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ചൈനീസ് മാർക്കിങ്ങുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സംശയത്തിന് ഇട നൽകുന്നത്. സ്നൈപ്പറുകൾ ഉപയോഗിക്കുന്ന, അതായത് ദൂരെ നിന്ന് ഈ ടെലിസ്കോപ്പ് വഴി നോക്കി വെടിവെക്കാൻ കഴിയുന്ന സംവിധാനമായ തോക്കുകൾ ഉപയോഗിക്കുന്ന അവരാണ് ഇത്തരത്തിൽ ടെലിസ്കോപ്പുകൾ കൊണ്ട് നടക്കുന്നതെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണുള്ളത്. NIA ആസ്ഥാനത്തിന് തൊട്ട് മുമ്പിലുള്ള കാട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. സമീപം ജമ്മു കാശ്മീർ പോലീസിന്റെ സുരക്ഷാ ആസ്ഥാനവും അതോടൊപ്പം തന്നെ CRPFന്റെയും SSBയുടെയും കേന്ദ്രങ്ങൾ ഇവയുള്ളതാണ് ഇപ്പോൾ സംശയത്തിന് ഇട നൽകുന്നത്. സുരക്ഷ ഇപ്പോൾ വലിയ തോതിൽ ശക്തമാക്കിയിട്ടുണ്ട്. ശരി, റൈഫിൾ ടെലസ്കോപ്പ് കണ്ടെടുത്ത സാഹചര്യത്തിൽ അതിജാഗ്രത തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദി ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന സാഹചര്യമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കപ്പെടുന്നു. പി ബസനാണ് വിവരങ്ങൾ നൽകിയത്.